ഹായ് ഹലോ ഫ്രണ്ട്സ്, ലിറ്റിൽ ഹാപ്പീസ് ആണേ. ഓണമൊക്കെ അല്ലേ വരുന്നത്. ഇതേപോലെ കളർഫുള്ളായിട്ട് സാരി ഡിസൈൻ ചെയ്യണോ, കുർത്തി ഡിസൈൻ ചെയ്യണോ, അതുമല്ല കുട്ടികളുടെ ഫ്രോക്ക് ഡിസൈൻ ചെയ്യണോ, അതും പല വലിപ്പത്തിൽ പല കളറിൽ ചെയ്യാം. നമുക്ക് സിമ്പിളായിട്ട് ഇതേപോലെ എംബ്രോയ്ഡറി ത്രെഡ് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാം. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ കയ്യിൽ 2 കളറ് എംബ്രോയ്ഡറി ത്രെഡ് ഉണ്ട്. അതിൽ ഞാൻ ഒരെണ്ണം വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് നമ്മൾ ഫ്രെയിം ചെയ്തെടുക്കുന്നതെന്ന്. നമ്മൾ ഫ്രെയിം ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്ന കളറ് ത്രെഡ് എടുത്തിട്ട് ഇതേപോലെ കയ്യിൽ ചുറ്റിയെടുക്കാവുന്നതാണ്. നമുക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ച് ചുറ്റിയെടുക്കുക. അതിന് ശേഷം കുറച്ച് ലെങ്തിൽ വിട്ടിട്ട് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ത്രെഡ് കടത്തി വിടത്തക്ക വിധത്തിൽ ഹോളുള്ള ഒരു സൂചി വേണം. ആ സൂചി വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ഫ്രെയിം ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അകത്തൂടെ കടത്തി അതിനകത്തൂടെ ആ ഒരു ലൂപ്പിനകത്തൂടെ കടത്തിയെടുക്കാം. നമ്മൾ ഓരോ ലൂപ്പ് ചെയ്യും തോറും അടുപ്പിച്ചടുപ്പിച്ച് കൊടുക്കണം. എന്നാലേ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ. നമ്മൾ ആരി വർക്കൊക്കെ ചെയ്തെടുക്കുന്ന അതേ ഒരു ഫിനിഷിങ്ങിൽ തന്നെ നമുക്കിത് കിട്ടും. പിന്നെ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ഫ്രെയിമെന്ന് വെച്ചാൽ നമുക്ക് 1-2 വാഷ് കഴിയുമ്പോഴത്തേക്കും അതിനകത്തുള്ള ആ ഒരു മെറ്റലൊക്കെ പുറത്ത് കാണും. നമുക്ക് ഇങ്ങനെ ഒരു രീതിക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ എത്ര വാഷ് കഴിഞ്ഞാലും ആ ഒരു ആദ്യം നമ്മൾ ചെയ്തെടുത്ത് നമ്മൾ ഡ്രസ്സിൽ ഡിസൈൻ ചെയ്തത് എങ്ങനെയാണോ അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പം ഞാൻ പകുതി എടുത്തോളം ഞാനിത് അതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫൈനൽ വരെ ചെയ്തെടുത്തതിന് ശേഷം ബാക്കിൽ ഒരു നോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രെയിം റെഡിയായി. ഈ ഒരു അളവിലുള്ള മിററിലാണ് ഞാൻ ഈ ഒരു ഫ്രെയിം അറ്റാച്ച് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇതുമല്ല, നമ്മൾ അതിൽ ചെറുത് മിറർ വെച്ചിട്ടാണ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ എന്താണോ അവൈലബിൾ, പെൻസിലോ പേനയോ അത് വെച്ചിട്ട് ആ ഒരു ഫ്രെയിം ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നീട് നമ്മൾ എവിടെയാണോ ഡിസൈൻ ചെയ്യുന്നത് അവിടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഒരു മിറർ ഒട്ടിച്ച് വയ്ക്കാം. ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് ആ ഒരു മിററിന് ചുറ്റും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഈ ഫ്രെയിം ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതും അല്ലെങ്കിൽ ഇതേപോലെ തന്നെ തമ്പ് പ്രസ് ചെയ്ത് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്